welcome to my seminar presentation. I would like to take seminar on the topic currency and commodity derivatives. From previous seminar presentation, we get a clear-cut idea about derivatives, common types of derivatives, etc. So, what is a derivative? A derivative is a contract between two parties which derives its values or price from an underlying asset. The most common type of derivatives are futures, options, forwards, swap. Okay, let's enter into our topic, that is currency derivative. It is a simple topic. What is a currency derivatives? Currency derivative is a derivative instrument where underlying asset is a currency. We know that derivative എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ് ഫോർ ഡിറൈവിങ് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രൈസ് ഒരു അണ്ടർലൈങ് അസറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ അണ്ടർലൈങ് അസറ്റ് ഹിയർ, ഇവിടെ ഉപയോഗിക്കുന്ന അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് കറൻസിയാണ്. ദെർഫോർ ഇതിനെ വിളിക്കുന്ന പേര് കറൻസി ഡെറിവേറ്റീവ്സ് എന്നാണ്. സോ കറൻസി ഡെറിവേറ്റീവ്സ് ഈസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് കറൻസി അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. അതായത് സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് കറൻസി പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുക പർട്ടിക്കുലർ പ്രൈസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഓക്കെ, വി നോ ദാറ്റ് ദർ ആർ കോമൺ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. അതുപോലെ തന്നെ ദർ ആർ 5 ടൈപ്സ് ഓഫ് കറൻസി ഡെറിവേറ്റീവ്സ് ഓൾസോ. First one is currency forward, currency futures, currency options, currency swap and cross currency swap. Okay, let's go to the details. First one is currency forward. Okay, we know that the forward in derivatives. What is a forward in derivatives? For derivatives forward എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ബൈ ഓർ സെൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു അസറ്റ് ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെല് ചെയ്യാനോ വേണ്ടിയിട്ട് രണ്ട് പാർട്ടീസ് തമ്മിൽ കോൺട്രാക്റ്റിൽ വരുന്നതിനാണ് ഫോർവേഡ് എന്ന് പറയാം. വെൻ ദിസ് ഫോർവേഡ് ഇൻ ഡെറിവേറ്റീവ്സ് കംസ് ഇൻ ടു ദി കറൻസി ഫോർവേഡ്, ഇറ്റ് ഈസ് എ ഫോർവേഡ് കോൺട്രാക്റ്റ് ഓൺ കറൻസി. ഓക്കെ, ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസാണ്. അതായത് കറൻസികൾ തമ്മിൽ രണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിലെ രണ്ട് ഡിഫറെൻറ്റ് കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുകയാണ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ. ആ സമയത്ത് അഗ്രിമെൻറ്റിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റിന് ഫ്യൂച്ചർ ഡേറ്റിൽ എഗ്രിമെൻറ്റ് നടത്തുന്നതിനെയാണ് ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഈ കറൻസി ഫോർവേഡിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഫോർവേഡ് പർച്ചേസും ഒന്ന് ഫോർവേഡ് സെയിലും. നമുക്ക് അറിയാം, ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ടു ബൈ ഫോറിൻ കറൻസിയാണ് ഓൺ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. ഈ ഫോർവേഡ് സെയിലാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ടു സെൽ ഫോറിൻ കറൻസി. ഇതിൽ രണ്ടിലും ഡേറ്റ് ഫ്യൂച്ചറാണ്. അതിൽ രണ്ടിലും പ്രൈസ് വരുന്നത് നമ്മൾ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്ത സമയത്തുള്ള ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിലാണ്. ഓക്കെ, ദിസ് ഓൾ അബൌട്ട് കറൻസി ഫോർവേഡ്. ഓക്കെ, let's move to the second one, that is currency futures. We know that futures in derivatives. What is a future in derivatives? Derivatives future എന്ന് പറഞ്ഞാൽ അത് പാർട്ടീസിന് കൊടുക്കുന്ന ഒരു ഒബ്ലിഗേഷൻ ആണ് ടു ട്രാൻസാക്ട് അസറ്റുകൾ പ്രീഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റിലും പ്രൈസിലും ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടീസിനെ ഒബ്ലിഗേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ് ഫ്യൂച്ചർ ഇൻ ഡെറിവേറ്റീവ്സ്. വെൻ ദിസ് ഫ്യൂച്ചർ കംസ് ഇൻ ടു ദി കറൻസി, ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഓൺ കറൻസി. അതായത് അവിടെ പറഞ്ഞിട്ടുള്ള അസറ്റിന് പകരം കറൻസി ഫ്യൂച്ചറിലെത്തുമ്പോൾ ട്രാൻസാക്റ്റ് ചെയ്യാൻ ഒബ്ലിഗേറ്റ് ചെയ്തിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് കറൻസിയാണ്. സോ ദ പാർട്ടീസ് ഒബ്ലിഗേറ്റഡ് ടു ട്രാൻസാക്ട് കറൻസി ഓർ എക്സ്ചേഞ്ച് കറൻസി on a specific future date at fixed exchange rate. ഓക്കെ, ഇതിന് അഡീഷണൽ അഡ്വാൻറ്റേജ് വരുന്നത് ട്രേഡബിലിറ്റിയും ലിക്വിഡിറ്റിയും ആണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് കറൻസി ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി തേർഡ് വൺ, ദാറ്റ് ഈസ് കറൻസി ഓപ്ഷൻസ്. വി നോ ദാറ്റ് ദ ഓപ്ഷൻസ് ഇൻ ഡെറിവേറ്റീവ്സിലെ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ബയറിന് കൊടുക്കുന്ന റൈറ്റാണ്, ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ. അതൊരു ഒബ്ലിഗേഷൻ അല്ല, അത് ബയറിന് കൊടുക്കുന്ന റൈറ്റാണ് ടു ബൈ ഓർ സെൽ ദി അണ്ടർലൈങ് അസറ്റ് പ്രീഡിറ്റർമൈൻഡ് ഡേറ്റിലും പ്രൈസിലും ബൈ ഓർ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബയറിന് കൊടുക്കുന്ന റൈറ്റാണ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. വെൻ ദീസ് ഓപ്ഷൻസ് ഇൻ ഡെറിവേറ്റീവ്സ് കംസ് ഇൻ ടു ദി currency options, it is an
ഓപ്ഷൻ കോൺട്രാക്ട് ഓൺ കറൻസി. കറൻസി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബയറിനോ അല്ലെങ്കിൽ ഹോൾഡറിനോ ഉള്ള റൈറ്റ് ആണ്, ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ. അതായത് സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് എ കറൻസി ബൈ ചെയ്യാനോ ഓർ സെൽ ചെയ്യാനോ അറ്റ് ഫിക്സ്ഡ് അഗ്രീഡ് പ്രൈസ് ഡ്യൂറിങ് എ പീരിയഡ് ഓർ പർട്ടിക്കുലർ ഡേറ്റ്. Okay, that's about the currency options. Let's move to the fourth point, that is currency swap. We know that the swap in derivatives. What is swap in derivatives? Swap in derivatives means the contract between two parties to exchange cash flows or liabilities from two different financial instruments. അതായത് രണ്ട് വ്യത്യസ്ത ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ നിന്ന് ക്യാഷ് ഫ്ലോസോ അല്ലെങ്കിൽ ലയബിലിറ്റീസോ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്വാപ്പ് എന്ന് പറയുക. വെൻ ദിസ് സ്വാപ്പ് ഇൻ ഡെറിവേറ്റീവ്സ് കംസ് ഇൻ ടു ദി കറൻസി സ്വാപ്പ്, ഇറ്റ് ഈസ് എ സ്വാപ്പ് കോൺട്രാക്ട് ഓൺ കറൻസി. അതായത് കറൻസി സ്വാപ്പിലേക്ക്, സ്വാപ്പിൻ ഡെറിവേറ്റീവ്സ് കറൻസി സ്വാപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോണും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ആണ്. കറൻസി സ്വാപ്പ് ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കറൻസിയുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോണും ഇൻട്രസ്റ്റും അതുപോലെ തന്നെ മറ്റൊരു കറൻസിയുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോണും ഇൻട്രസ്റ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന എഗ്രിമെൻറ്റിനെയാണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. ഈച്ച് പാർട്ടി ക്യാൻ ബെനിഫിറ്റ് ഫ്രം ദ അതേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ്. രണ്ട് പാർട്ടികൾക്കും മറ്റ് പാർട്ടിയുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട്. അത് ഫിക്സ്ഡ് ഫോർ ഫിക്സ്ഡ് കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞതിലൂടെയാണ്. ഫിക്സ്ഡ് ഫോർ ഫിക്സ്ഡ് കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കറൻസി സ്വാപ്പാണ്. ഓക്കെ, അപ്പോൾ ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും എക്സ്ചേഞ്ച് ഒരു കറൻസിയിൽ നിന്ന് മറ്റൊരു കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3 ബേസിക് സ്റ്റെപ്സ് ഇൻ കറൻസി സ്വാപ്പ്. കറൻസി സ്വാപ്പിൽ മെയിനായിട്ട് വരുന്ന 3 സ്റ്റെപ്പുകൾ. ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യൽ എക്സ്ചേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങളാണ് ഇതിൽ എക്സ്ചേഞ്ച് ചെയ്യുക. ഒന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോണും അതിൻ്റെ ഇൻട്രസ്റ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഇനീഷ്യൽ എക്സ്ചേഞ്ച് ആണ്. ദെൻ സെക്കൻഡ് വൺ ഓൺഗോയിങ് എക്സ്ചേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെയുള്ള ഇൻട്രസ്റ്റ് പലിശ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദെൻ മെച്യൂരിറ്റിയുടെ സമയത്ത് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യൽ ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്, അതൊരു ഫ്യൂച്ചർ ഡേറ്റ് ആണ്. അപ്പോൾ ആ ഫ്യൂച്ചർ ഡേറ്റിൽ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് റീ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് 3ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദി സ്റ്റെപ്സ് ഓഫ് കറൻസി സ്വാപ്പ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 3 types of currency swap. There are mainly 3 types of currency swap. It's not important. First one is fixed to fixed currency swap, floating to floating currency swap, fixed to floating currency swap. Okay, let's move to the 5th type of currency derivative, that is cross currency interest rate swap. What is a cross currency? Cross currency means a currency pair or transaction. അതായത് നമ്മുടെ ഇപ്പം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ കൂടെ പെയറായി വരുന്ന രാജ്യത്തിൻ്റെ കറൻസി, ദാറ്റ് ഈസ് ക്രോസ് കറൻസി. അപ്പോൾ ക്രോസ് കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഓർ കറൻസി സ്വാപ്പ് കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദി കറൻസി സ്വാപ്പ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൻ്റെയും കറൻസി സ്വാപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ കറൻസി സ്വാപ്പിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൻ്റെയും ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് ഡിസൈൻഡ് ടു കൺവേർട്ട് ഒരു ലയബിലിറ്റി കറൻസിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിപ്പുലേറ്റഡ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ വൺ ഡിനോമിനേറ്റഡ് ഇൻ അനദർ കറൻസി വിത്ത് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇനി ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബൈ വിച്ച് ദ ബാങ്ക് ആൻഡ് ദ ക്ലയൻറ്റ്, ബാങ്കും ക്ലയൻറ്റും തമ്മിൽ നടക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. എന്തിനാണെന്ന് വെച്ചാൽ അണ്ടർടേക്ക് ടു എക്സ്ചേഞ്ച് നോമിനൽ ആൻഡ് പീരിയോഡിക്കലി എക്സ്ചേഞ്ച് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇൻ ടു കറൻസീസ്. 2 കറൻസീസ് തമ്മിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ക്രോസ് കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും ഉള്ളത്. ഓക്കെ, കറൻസി സ്വാപ്പ് മെയിൻലി യൂസ്ഡ് ടു ഓഫ്സെറ്റ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ആണ്. ക്രോസ് കറൻസി സ്വാപ്പ് ആണെങ്കിൽ ഓഫ്സെറ്റ് ബോത്ത് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, രണ്ടും എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്കും ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്കും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി കറൻസി പെയർ വിത്ത് ഇന്ത്യൻ റുപ്പി. അപ്പോൾ ഇന്ത്യൻ റുപ്പീനായിട്ട് കറൻസി പെയർ ചെയ്യുന്നത്
ഫസ്റ്റ് വൺ ഈസ് US dollars ആണ്, പിന്നെ യൂറോ, ദെൻ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, ജാപ്പനീസ് yen. ഇതൊക്കെയാണ് ഇന്ത്യൻ റുപ്പീൻ്റെ കറൻസി പെയേഴ്സ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി കറൻസി ഡെറിവേറ്റീവ്സ്. കറൻസി ഡെറിവേറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു. കറൻസി ഡെറിവേറ്റീവ്സിൻ്റെ 5 കോമൺ ടൈപ്പുകൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് കറൻസി ഫോർവേഡ്, കറൻസി ഫ്യൂച്ചർ, കറൻസി ഓപ്ഷൻ, കറൻസി സ്വാപ്പ്, cross currency interest rate swap. Okay, and let's move to the second portion of this topic, that is commodity derivatives. Commodity derivatives, it is a simple topic. Commodity derivatives, we know that derivatives, repeat that derivatives, it is a contract between two parties. രണ്ട് പാർട്ടികൾ തമ്മിൽ കോൺട്രാക്ട് ചെയ്യണം, അതായത് അണ്ടർലൈൻ അസറ്റിൽ നിന്ന് വാല്യൂസ് അല്ലെങ്കിൽ പ്രൈസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പാർട്ടീസ് തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. അപ്പം അവിടെ അണ്ടർലൈൻ ചെയ്യുന്ന അസറ്റുകൾ കമ്മോഡിറ്റികളായിക്കഴിഞ്ഞാൽ അതിനെയാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. സോ what is commodity derivatives? Commodity derivative is a derivative instrument where underlying asset is a commodity. ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്ന അസറ്റ് ഒരു കമ്മോഡിറ്റിയാണ്. And it is a financial contract between two parties, the purchase and sale of a specific quantity of commodity at a particular price on a specified date. ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ പെർട്ടിക്കുലർ പ്രൈസിൽ കമ്മോഡിറ്റികളുടെ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റികളുടെ പർച്ചേസും സെയിലും നടക്കുക. അതായത് ഇവിടെയുള്ള അസറ്റ് എന്ന് പറയുന്നത് കമ്മോഡിറ്റിയാണ്. കമ്മോഡിറ്റിയുടെ പർച്ചേസും സെയിലും നടക്കുന്ന കോൺട്രാക്റ്റിനെയാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. വി ഓൾറെഡി സ്റ്റഡീഡ് ദ 4 common types of derivatives and 5 common types of currency derivatives, and here we are discussing about the 4 types of commodity derivatives. ഇതൊക്കെ സെയിം പാറ്റേൺ വരുന്നതന്നെയാണ്. ഫസ്റ്റ് വൺ ഇസ് കമ്മോഡിറ്റി ഫോർവേഡ്, ദെൻ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്, കമ്മോഡിറ്റി ഓപ്ഷൻസ്, കമ്മോഡിറ്റി സ്വാപ്പ്. വാട്ട് ഈസ് കമ്മോഡിറ്റി ഫോർവേഡ്? ഇറ്റ് ഈസ് എ ഫോർവേഡ് കോൺട്രാക്റ്റ് ഓൺ കമ്മോഡിറ്റി. നമ്മൾ ഫോർവേഡിങ് ഡെറിവേറ്റീവ്സിൽ പറഞ്ഞ പോലെ കമ്മോഡിറ്റി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കോൺട്രാക്റ്റ് കമ്മോഡിറ്റിയിലുള്ള ഫോർവേഡ് കോൺട്രാക്റ്റാണ്. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് വരികയാണെങ്കിലും ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഓൺ കമ്മോഡിറ്റി. കമ്മോഡിറ്റി ഓപ്ഷൻസ് വരികയാണെങ്കിലും ഇറ്റ് ഈസ് ആൻ ഓപ്ഷൻ കോൺട്രാക്റ്റ് ഓൺ കമ്മോഡിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ കമ്മോഡിറ്റി സ്വാപ്പ്, ഇറ്റ് ഈസ് എ സ്വാപ്പ് കോൺട്രാക്റ്റ് ഓൺ കമ്മോഡിറ്റി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. ആൻഡ് നമ്മൾ 2 മെയിൻ പോർഷൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് currency derivatives and second one is commodity derivatives. Okay, I think you all of get the ideas about this. And if thanks for watching. Thank you.